ഒരു സഭയുടെ അംഗമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവായ യേശു ക്രിസ്തു സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന് നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് പരിഹാരമായി കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ ആരൊക്കെ, ഞാൻ ഓർപ്പിച്ചതുപോലെ സഭയൊന്നും ദൈവത്തിന്റെ വിഷയമല്ല. ഞാനും നിങ്ങളും പാപികളാണ്. പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ വിധിക്കപ്പെട്ട് നരകത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആരും നശിച്ചു പോകാതെ ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടാണ് ക്രൂശിൽ മരിച്ചത്. പക്ഷെ ഒരു വ്യവസ്ഥ, കർത്താവായ യേശു ക്രിസ്തുവിൽ വ്യക്തിപരമായി വിശ്വാസം അർപ്പിക്കണം. ആരൊക്കെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നുവോ അവർക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവ് മടങ്ങി വരും. അധികം താമസമില്ല. മധ്യാകാശത്ത് ഒരു വേളി നടക്കാൻ പോകുക. ആരുടെയാണെന്നറിയാമോ? ഇവിടെ കയറി വരുവീനെന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിന്റെ മക്കൾ ഇവിടെ കയറി വരുവീനെന്ന് പറയുമ്പോൾ ആ സ്വർഗീയ ശബ്ദത്തിൽ അവരെടുക്കപ്പെടും. അതേ സമയത്ത് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ല എന്ന ഏക കാരണത്താൽ നിത്യമായ നരകത്തിലേക്ക് തള്ളപ്പെടും. ഈ വിവാഹ ശുശ്രൂഷയിൽ ഈ സന്തോഷ നിമിഷത്തിൽ സംബന്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് പാപപരിഹാരം വന്ന് ഒരു ദൈവ പൈതലായി തീരുവാൻ ഇടയാ. അതുകൊണ്ടാണ് വിവാഹത്തോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ക്രിസ്തുവും സഭയുമായുള്ളതെന്ന് പറയുന്നത്. ക്രിസ്തു ആത്മമണവാളനാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ക്രിസ്തുവിന്റെ മണവാട്ടി സഭയാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടിരിക്കട്ടെ, നിങ്ങൾ ഈ ക്രിസ്തുവിന്റെ മണവാട്ടി സഭയുടെ അംഗമാണോ? ഇല്ലെങ്കിൽ ചിന്തിക്കാനിടയാകട്ടെ. ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്ന് ധന്യമായ ഒരു ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാവർക്കും ഇടയാകട്ടെ. ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. നാം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആഗ്രഹം കേൾക്കുവാൻ ദൈവം ഇടയായിത്തീർന്നു. ഈ പ്രിയ കുഞ്ഞുങ്ങൾക്കും മാത്രമല്ല കൂടി വന്ന നമുക്ക് എല്ലാവർക്കും ആവശ്യമായ രീതികളിൽ ദൈവത്തിൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചു. എല്ലാ മഹത്വവും കർത്താവിൽ അർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇടയ്ക്ക് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ ബാത്റൂമിൻ്റെ സൗകര്യം സഹോദരിമാർക്ക് ഈ ഭാഗത്താണ്. അവിടെ 2 ബാത്റൂം സൗകര്യമുണ്ട്. സഹോദരന്മാർക്ക് ഈ ഭവനിൻ്റെ ഈ വശത്താണ്. അത് തുടർന്ന് ഈ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ. അതിൻ്റെ അനുഗ്രഹത്തിനായി കുന്നംപാറ സഭയിലെ കർത്താവിൻ്റെ ദാസൻ പ്രിയ രാജനവളികൾ നമ്മെ പ്രാർത്ഥന നയിക്കും. അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ കുഞ്ഞിരിക്കുന്നു. പ്രാർത്ഥിക്കാം. വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ കുഞ്ഞുങ്ങളെ വിവാഹത്തോടെ ബന്ധ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുവാൻ തക്കണം അവിടുന്ന് ക്രമം ചെയ്തിരിക്കുന്ന വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തില് അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ ദൈവവചനം സംസാരിപ്പാൻ നോക്കണം. യഥാസന്മാർക്ക് ആവശ്യമായ കൃപ അവിടുന്ന് കൊടുത്തത് ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കർത്താവെ കടന്നുകൊണ്ടിരിക്കുന്ന സദസ്സിനും ആവശ്യമായിട്ടുള്ള വചനം അവിടുന്ന് വിളമ്പിയത് ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ, അവിടുത്തെ മക്കളായി വളരുവാൻ, വളർത്തുവാൻ, അവിടെ പ്രായത്തിൽ കർത്താവെ അവർക്ക് തക്കതായിട്ടുള്ള തുണ അവിടുന്ന് ഒരുക്കിയിരിക്കുന്നു ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ നിൽക്കുന്ന ഉടമ്പടി അത് അവരുടെ ജീവിതത്തിന് മുതൽക്കൂട്ടായി തീരുവാൻ, സഭയ്ക്ക് ദേശത്ത് അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ധൈര്യവും കൃപയും അവിടുന്ന് കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയദാസിനെയോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിലായിരുന്നുകൊണ്ട് കർത്താവെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പ്രബോധനം കൊടുക്കുവാൻ, ആലോചന കൊടുക്കുവാൻ കർത്താവ് ആവശ്യമായ കൃപ
അവിടുന്ന് കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഈ രീതിയിൽ അവിടുന്ന് അനുഗ്രഹിച്ച് തന്നതോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവെ ആ ശുശ്രൂഷയുടെ മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത് ദൈവ കൃപയിൽ ആയിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഒരിക്കൽ കൂടെ നിങ്ങൾ അവിടുത്തെ കരുതി തരുന്നു. കൃപയിൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനം അവരുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായ തീരുമാനം വെക്കുന്നു. അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മുമ്പിൽ ഞങ്ങളായിരിക്കട്ടെ. അവിടുന്ന് കൃപയിൽ നിങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ താഴ്മയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുമാറാകണമേ. നമുക്ക് തുടർന്ന സമയം വളരെ വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസനായിരിക്കാം. വിവാഹ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ആര് ക്ഷണിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ വിവാഹ നിശ്ചയത്തിൽ അന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വന്ന പേരാണ് കർത്താവദാസൻ്റെ പേര് ശനിഷാമ്പേർ. ആ ക്ഷണം സ്വീകരിച്ച് വളരെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ സന്തോഷത്തോടെ കടന്നു വന്ന് ഈ കാര്യം സംബന്ധിച്ചു. കർത്താവദാസനെ ശേഷിച്ചുള്ള വിവാഹ ശുശ്രൂഷ നടത്തുവാൻ വേണ്ടി സാധനം ക്ഷണിക്കുകയാണ്. ദൈവമാണ് ഇവർ യോജിപ്പിക്കുന്നത് എങ്കിൽ മാനുഷികമായ നിലയിൽ ഒരു മീഡിയേറ്ററായിട്ട് കർത്താവദാസൻ ഇക്കാര്യം നിർവഹിക്കും. വളരെ പ്രാർത്ഥന നമുക്ക് ദൈവസനായിരിക്കാം. കർത്താവദാസനെ ആ ശുശ്രൂഷയ്ക്കായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. 2024 ഫെബ്രുവരി 20 അമരവിള സഭയിൽ വെച്ച് ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തപ്പെട്ടതാണ്. വിവാഹ നിശ്ചയം നടത്തപ്പെട്ടത് നാളിതുവരെ ആരിൽ നിന്നും വിവാഹത്തിന് തടസ്സമായ ഒരു കാരണങ്ങളും അറിയിക്കാത്തത് കൊണ്ടും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സഭയുടെ ഈ അനുഗ്രഹീതമായ സഹകരണത്തിലും ഈ വിവാഹം നടത്തി കൊടുക്കുവാൻ ഒരു തടസ്സവുമില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നത്. തുടർന്ന് ഞാൻ ഈ പേര് വായിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ പ്രിയ ഷാജിയും നീതുവും എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഞാൻ പേര് വായിച്ചതിന് ശേഷം കന്യാകുമാരി ജില്ലയിൽ വിളവൻകോട് താലൂക്ക് അണ്ടുകോട് വില്ലേജിൽ തനിവിള വീട്ടിൽ പരേതനായ ശ്രീ മണി സഹോദരന്റെയും ശ്രീമതി കമലാബായി സഹോദരിയുടെയും മകനും മഞ്ഞാലുമൂട് ബദേൽ ബ്രദറൻ ഗോസ്പൽ അസംബ്ലി അംഗവുമായ ഷാജി എം എഴുന്നേറ്റ് നിൽക്കണം. തിരുവനന്തപുരം ജില്ല നെയ്യാറ്റിൻകര താലൂക്ക് പെരുമ്പഴത്തൂർ വില്ലേജ് വാക്യബിലാകത്ത് പുത്തൻ വീട്ടിൽ ശ്രീ സുരേഷ് കുമാർ ശ്രീമതി ഷേർലി ദമ്പതികളുടെ മകളും അമരവിള ബ്രദറൻ സഭാംഗവുമായ നീതു SS എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള വിശുദ്ധ വിവാഹത്തിനാണ് നാം ഏവരും സാക്ഷ്യം വഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇന്നീ മംഗലം ശോഭിക്കാനെന്നുള്ള ഗാനം നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. Hari Hari
ദൈവത്തിന്റെ മഹത്വം. നവവിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. വളരെ ശാന്തമായി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയമകൻ ഷാജി, പ്രിയമകൾ നീതു, നിങ്ങളൊരു വളരെ നിർണായകമായ, വളരെ പ്രാധാന്യപ്പെട്ട, ദൈവോധനത്താൽ പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ ഇതുവരെ അനുവദിച്ചു. എന്നാൽ പ്രിയ ഷാജി ഏകനായിരിക്കുന്നു നന്നില്ല എന്ന് കണ്ട് ദൈവത്തിന്റെ സമയത്ത് ദൈവം തക്ക തുണയായി നീതുവിനെ ഒരുക്കി. അതുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി ആയിരിക്കാം. കഴിഞ്ഞ നാളുകളുടെ ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ മാനുഷികമായി ഉണ്ടായി. എന്നാൽ ഇന്ന് ഈ നിമിഷം ദൈവകരങ്ങളിൽ അതൊക്കെ ഏൽപ്പിച്ച് വളരെ സമർപ്പണത്തോടുകൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം മൗനമായി നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് ഒരു നിമിഷം തരികയാണ്. വളരെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അവിടുന്ന് കൂടെ ഇരിക്കണം. കർത്താവേ, അനേക കുടുംബങ്ങൾ തകരുന്ന ഈ ലോകത്ത് ഞങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റവും ധന്യമായിരിക്കാൻ അവിടുന്ന് കൃപ നൽകണമേ എന്ന് പറഞ്ഞ് വളരെ സമർപ്പണത്തോടുകൂടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ, ഭയത്തോടെ, ഭക്തിയോടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം. ആമേൻ. സ്തോത്രം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങളുടെ സമ്മതം ഭവനത്തിലുള്ളവരെയും സഭയെയും ഒക്കെ അറിയിച്ചു. അതുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ നിശ്ചയം നടന്നത്. എന്നാൽ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സമ്മതം പരസ്യമായി നിങ്ങൾ അറിയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രിയ ഷാജിയോട് ചോദിക്കുകയാണ്, നിന്റെ സമീപം നിൽക്കുന്ന നീതു എന്ന യുവതിയെ നിന്റെ ഏക ഭാര്യയായി സ്വീകരിച്ച് ദൈവവചന പ്രകാരം ഒരു അനുഗ്രഹീത ഭർത്താവായി കുടുംബജീവിതം നയിക്കുവാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണെങ്കിൽ സമ്മതമാണെന്ന് പരസ്യമായി പറയുക. സമ്മതമാണോ? ദൈവത്തിന് സ്തോത്രം. പ്രിയമകൾ നീതുവിനോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന ഈ പ്രിയ സഹോദരനെ, ഷാജി എന്ന സഹോദരനെ നിന്റെ ഏക ഭർത്താവായി സ്വീകരിച്ച് ദൈവവചന പ്രകാരം ഏറ്റവും മാതൃകയുള്ള ഒരു ഭാര്യയായി ജീവിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണെങ്കിൽ ദൈവസഭയുടെ മുൻപാകെ സമ്മതമാണെന്ന് പരസ്യമായി അറിയിക്കുക. ദൈവത്തിന് സ്തോത്രം. അവരിരുവരും അവരുടെ സമ്മതം അറിയിച്ചത് കൊണ്ട് ഇനി അവർ തമ്മിൽ ഒരുമിച്ച് ചേരുവാനായിട്ട് പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവർ രണ്ടുപേരും രണ്ടാത്മാക്കളാണ്. എന്തെങ്കിലും വസ്തുമയമായ വസ്തുക്കൾ കൊണ്ട് ഇവരെ യോജിപ്പിച്ചാൽ അത് താൽക്കാലികമാണ്. കാരണം ഇവർ യോജിക്കേണ്ടത് മനസ്സുകൊണ്ടാണ്, ആത്മാവിനാലാണ്. കാരണം ആത്മാക്കളുടെ ഉടയവനായ ദൈവമാണ് അവരെ യോജിപ്പിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. അവരിരുവരും അവരുടെ വലതുകരം കൊടുത്ത് അന്യോന്യം സ്വീകരിക്കാനായിട്ട് പോകുകയാണ്. ദൈവം അവരെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയമായ എല്ലാ നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. സ്വർഗത്തിലെ കലവറ തുറന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയമായ നന്മകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരട്ടെ. ഒരു കുറവും വരാതെ ദൈവം തരുന്ന ആയുസ്സത്രയും ജീവിക്കുവാൻ ദൈവം നിങ്ങളുടെ മേൽ കൃപ ചൊരിയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ ഇരുവരും ഒന്നായി തീർന്നിരിക്കുകയാണ്. എന്നാൽ ദൈവവചന പ്രകാരം നിങ്ങൾ ഒന്നായി തീർന്നിരിക്കുമ്പോൾ ഉടമ്പടിയോടുകൂടിയാണ് നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ ആ വാക്കുകൾ പറഞ്ഞു തരാം. അതെന്റെ വാക്കുകളല്ല, നിങ്ങൾക്ക് വേണ്ടി സഹായത്തിന് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ അന്യോന്യം മുഖത്തോട് മുഖം നോക്കി നിങ്ങൾ ആ ഉടമ്പടി വാചകം പറയണം. അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയണം. അത് എന്നും പാലിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങളൊക്കെ അതിന് സാക്ഷികളാണ്. ദൈവം സഹായിക്കട്ടെ. ഞാൻ വളരെ ശാന്തമായി പറഞ്ഞു തരാം. കേട്ട് ശാന്തമായി തന്നെ അത് പറയുവാൻ ദൈവം സഹായിക്കട്ടെ. ഷാജി, നിന്നെ ഇന്ന് എൻ്റെ ഏക ഭാര്യയായി സ്വീകരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങനെ ദൈവം നമുക്ക് നൽകുന്ന അനുകൂലവും
പ്രതികൂലവുമായ എല്ലാ സാഹചര്യത്തിലും ഞാൻ നിന്നെ സ്നേഹിച്ച് കരുതി പോറ്റിപ്പുലർത്തിക്കൊള്ളാമെന്ന് കർത്താവിൻ്റെ വരവുവരെയോ ദൈവം നമ്മെ തമ്മിൽ വേർതിരിക്കുന്നവരെയോ ദൈവസഭയുടെ മുമ്പാകെ ഈ ഉടമ്പടി പാലിക്കാമെന്ന് ഞാൻ നിന്നോട് വാക്ക് തരുന്നു. നീ ഞാൻ ഷാജി എന്നാണ് ഇന്ന് എൻ്റെ ഏക ഭർത്താവായി സ്വീകരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങനെ ദൈവം നമുക്ക് നൽകുന്ന അനുകൂലവും പ്രതികൂലവുമായ എല്ലാ സാഹചര്യത്തിലും മരണം നമ്മെ തമ്മിൽ വേർതിരിക്കുകയോ നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെയോ ഒരു ഉത്തമ ഭാര്യയായി അങ്ങേ സ്നേഹിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിച്ചു കൊള്ളാമെന്ന് ദൈവസഭയുടെ മുമ്പാകെ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ അങ്ങയോട് ഉടമ്പടി ചെയ്തു കൊള്ളുന്നു. ഈ ഉടമ്പടി പാലിക്കാൻ ദൈവം എന്നെ സഹായിക്കട്ടെ. നിങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഈ വചനം വായിക്കുവാനും അനുസരിക്കുവാനും ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഇതോട് ചേർന്ന് ഒരു വേദഭാഗം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ശ്രദ്ധിക്കുക, വിവാഹബന്ധം വേർപിരിയാൻ ദൈവം അനുവദിക്കുന്നില്ല, ദൈവവചനം അനുവദിക്കുന്നില്ല. അതിനൊരു കാരണങ്ങളുമില്ല. ദൈവം അത് വളരെ കൃത്യമായി ദൈവവചനത്തിൽ പറയുന്നുണ്ട്. വിവാഹബന്ധം വേർതിരിയാൻ അനുവാദമില്ല. അതുകൊണ്ട് അത് അങ്ങനെ തന്നെയെന്ന് നാം അംഗീകരിച്ചേ മതിയാകുള്ളൂ. ഞാൻ ഈ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ എന്നുള്ളതിന്റെ അർത്ഥത്തിൽ നിങ്ങൾ ഇരുവരും നാം ദൈവവചനം അംഗീകരിക്കുന്നവരാണ്. നമുക്ക് ഒരുമിച്ച് ആമേൻ പറഞ്ഞ് അതങ്ങനെ തന്നെ സമ്മതിക്കാം. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ദൈവം സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു സങ്കീർത്തന ഭാഗം ഞാനൊന്ന് വായിക്കുകയാണ്. ഒരു ആശംസാ സങ്കീർത്തനമാണ്. അതിനുശേഷം നാം പ്രാർത്ഥിക്കുന്നതായിരിക്കും. 128-ാം സങ്കീർത്തനം
യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ഈ സങ്കീർത്തന ഭാഗത്ത് നാം വായിച്ചതുപോലെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. എന്നാൽ നിങ്ങൾ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ മാതാപിതാക്കളെ ഒരിക്കലും മറക്കാനിടയാകരുത്. അവർ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. നിങ്ങൾ വളരുന്നത് അവർ കാണാൻ ആഗ്രഹിച്ചു. ഇന്ന് നിങ്ങൾ കുടുംബമാകുന്നതും അവർ കാണാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് അവരെ മറന്ന് നിങ്ങൾ ജീവിതം ഉണ്ടാകരുത്. അവരെ സ്നേഹിക്കുവാൻ, അവർക്ക് ആവശ്യമായ കരുതൽ നൽകുവാൻ ഇടയാകണം. ഇനി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീതുവിന്റെ പപ്പ അല്ലെങ്കിൽ നീതുവിന്റെ മമ്മി എന്നുള്ളതല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും മാതാപിതാക്കൾ ഒന്ന് തന്നെ. അവരെ ഒരുമിച്ച് ഒരുപോലെ കാണുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. മാതാപിതാക്കളെ അനുസരിക്കുന്ന തലമുറകളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. മാത്രമല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നാളെ നിങ്ങൾക്ക് ദൈവം തരുന്ന തലമുറയും അനുഗ്രഹിക്കപ്പെടും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ നാം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്കറിയാവുന്ന ഒരു പാട്ടാണ്, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ. നമ്മുടെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇവരെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഗാനം നാം ഒരുമിച്ച് പാടി ദൈവകരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ സഹായിക്കും. അവിടുത്തെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, സ്ഥലം സഭയായി കുടുംബങ്ങളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം ഇത്രയും അനുഗ്രഹമായി നടക്കുവാൻ അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം. പ്രതികൂലമായ കാലാവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടുന്ന് ഞങ്ങളോട് അനുകൂലമായി കൂടുന്നതിനായിട്ട് സ്തോത്രം. യാത്രയിലൊക്കെ അവിടുന്ന് സഹായിച്ചു. കർത്താവേ, ശുശ്രൂഷയെ ആദ്യയുടനും അവിടുന്ന് മാനിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഒരു പുതിയ കുടുംബം കൂടെ ഭൂമിയിൽ ഉളവാകുവാൻ അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നൽകണം കർത്താവേ. അവർ പോയിട്ടില്ലാത്ത പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ എല്ലാ കൃപകളും അവർക്ക് നൽകണമേ. അവരുടെ ജീവിതത്തിലെ പരിമിതികളും കുറവുകളും ഒക്കെ അവിടുന്ന് പരിഹരിച്ച് കർത്താവേ, അവിടുന്ന് അവരുടെ കുടുംബത്തിന്റെ നാഥനായിരിക്കണമേ. കർത്താവ് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നൽകണമേ. അവരുടെ കുടുംബത്തിലും സ്ഥലം സഭയിലും ഒക്കെ അവരെ കണ്ട് സന്തോഷിപ്പാൻ അവിടുന്ന് വരുന്ന ദിവസങ്ങളിലാക്കണമേ. ഇത്രത്തോളം അവരെ കരുതിനായിട്ട് സ്തോത്രം. അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമാക്കി തീർക്കണമേ. അവിടുന്ന് വരാൻ താമസമെങ്കിൽ കർത്താവേ, അവർക്ക് തലമുറകളെ നൽകി അവിടുന്ന് ആദരിക്കണമേ. ദൈവത്താൽ ധന്യമായ ഒരു കുടുംബമായി ഞങ്ങൾക്ക് കണ്ട് സന്തോഷിപ്പാൻ അവിടുന്ന് കൃപ നൽകണം കർത്താവേ. ആവശ്യമായ എല്ലാ ആലോചനയും ബുദ്ധിയും ദൈവകൃപയോട് നൽകണമേ. ഞാൻ ഓർത്തതുപോലെ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ആരാധനയോടുകൂടെ ദൈവവേലയ്ക്ക് പ്രയോജനമുള്ള ഒരു കുടുംബമായി വരുന്ന ദിവസങ്ങളിൽ നിലനിർത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. ദൈവദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നൽകണമേ. ദൈവത്താൽ ധന്യരായി തീരുവാൻ സഹായിക്കണമേ. അവരുടെ സഭയ്ക്കായിട്ട് സ്തോത്രം. മഞ്ഞാൽമൂട് സഭയ്ക്കായിട്ട് സ്തോത്രം. ഇരു കുടുംബത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. സ്ഥലം സഭയെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവേ. ഈ വിവാഹ ബന്ധം മുഖാന്തരം സ്ഥലം സഭ തമ്മിലുള്ള ബന്ധം ധന്യമായി തീരുവാൻ ഒരുമിച്ച് കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരുവാൻ ഇടയാകണം.
ദൈവവചനം ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. പാടുവാൻ എന്റെ മക്കളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ കരുതിയല്ലോ, അവിടെ നൽകിയ എല്ലാ നന്മകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മഹത്വം അങ്ങേക്ക് തരുന്നു, യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. കൈവിടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവർ രണ്ടുപേരും ഇപ്പോൾ വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നതായിരിക്കും. അവരോടൊപ്പം സാക്ഷികളായ പ്രിയപ്പെട്ടവരും മുമ്പോട്ട് വന്ന് ഒപ്പിടണം. അപ്പോൾ മംഗളഗാനം പാടുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ ആദരവ് ക്ഷണിക്കുന്നു. ദൈവം സഹായം. നാലാമത്തെ ഗാനം
വിവാഹ പ്രഖ്യാപനം നടത്താൻ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തിന്റെ നിയമം അനുസരിച്ചും ദൈവവചന പ്രകാരവും ഷാജിയും നീതുവും ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് വിവാഹം നടത്തിയ ശുശ്രൂഷ ചെയ്ത ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ദൈവവചന പ്രകാരം രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഇന്നു മുതൽ അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. സഭയുടെ സർട്ടിഫിക്കറ്റ് അവർക്കായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഞാനത് അവർക്ക് നൽകുകയാണ്. ആ സമയത്തും കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർ കുടുംബമായി മുമ്പോട്ട് പോകട്ടെ. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഷാജി. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. കർത്താവിൻ ദാസനോടുള്ള സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്ന് വളരെ ചുരുക്ക സമയങ്ങൾ മാത്രമേ വേണ്ടോ. എല്ലാം സഹകരിക്ക്. 2 ആശംസകളുണ്ട്. 2 നിവാസന്മാർ കണ്ണത്തിൽ താമസിച്ച് കർത്താവിന് വേല ചെയ്യുന്ന പ്രിയ വലിയ സഹോദരനും മഞ്ഞാലമോട് സഭയുടെ സുവിശേഷകനായി ശ്യാമലും സഹോദരനുമാണ്. 2 മിനിറ്റ് വീതമാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. ആ കാര്യം ഉപയോഗിക്കാൻ വേണ്ടി കർത്താവിനാണ് തോന്നുന്നത്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ നീതുമോളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിൽ എനിക്ക് പരിചയമുള്ളതാണ്. രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട ഒരു ദൈവഭക്തിയായ ഒരു കുട്ടിയാണ്. സുവിശേഷ പ്രവർത്തകരായിരിക്കുന്ന ഞങ്ങൾ സുരേഷ് പ്രവർത്തകരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൾ ദൈവമക്കളെ ആദരിക്കുന്ന നിലയിൽ അവൾ പെട്ടെന്ന് 1 ഗ്ലാസ് വെള്ളവുമായിട്ട് ഞങ്ങൾ അടുക്കൽ വിട്ടു. ആ നല്ല ആതിഥ്യ മര്യാദ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒരു ദൈവഭക്തയായ ഒരു കുട്ടിയാണ്. ദൈവനാമത്തിലുള്ള എല്ലാവിധ ആശംസകളും പ്രിയ ഷാജിക്കും നീതുമോക്കും അർപ്പിക്കുന്നു. നീതുമോക്ക് ഒരു കല്യാണാലോചന എന്നോട് ആദ്യമായി പറയുന്നത് ഈ അച്ഛനാണ്. സുരേഷ് ബ്രദറോ അമ്മയോ അല്ല. ആ വീട്ടിൽ ചെന്ന് കണ്ടിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ സുവിശേഷകരല്ലേ, നിങ്ങൾ പോകുന്ന വഴിയിൽ ആ കുട്ടിക്ക് ഒരു വിവാഹം നടക്കണം, അത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. മഞ്ഞാലമൂടിൽ ഒരു സഹോദരിമാരുടെ മീറ്റിങ്ങും സഹോദരന്മാരുടെ സുവിശേഷ പ്രവർത്തനത്തിനാണ് ഈ കാര്യം. മഞ്ഞാലമൂടിലെ സുവിശേഷൻ എന്നോട് പറഞ്ഞിട്ട് ഒരാളുണ്ട്. നമ്മൾ ഓക്കെ, ഇന്ന് തന്നെ നമുക്കത് അവർ തമ്മിൽ കാണാനുള്ള വേദിയാക്കാം എന്ന് പറഞ്ഞാണ് ദൈവം ഒരുക്കിയ വഴിയാണ് എന്ന് ദൈവനാമത്തിൽ അർപ്പിക്കുന്നു. അങ്ങനെ മഞ്ഞാലമൂടിലെ ശിവസഹോദര ഭവനത്തിൽ സഭയിൽ നടന്ന യോഗത്തിൽ വെച്ചാണ് ഇവരെ തമ്മിലെ കാണിക്കുവാനും അമ്മയെ കാണിക്കുവാനും ഈ വിവാഹാലോചനയ്ക്ക് കാരണമായി തീർന്നത് സർവീശ്വരനായ ദൈവമാണ്. അതിലെല്ലാവിധ ആശംസകളും ദൈവം അവരുടെ കുടുംബജീവിതത്തിൽ നൽകട്ടെ, ഇരു കുടുംബങ്ങൾക്ക് നൽകട്ടെ, ഇരു സഭകൾക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപയോഗിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. പ്രിയ ഷാജിബൽ നമ്മുടെ സഭയുടെ അംഗമാണ്. പ്രിയ ഷാജിബൽ കുഞ്ഞാളിരിക്കുന്നു. തന്നെ പ്രിയ ഷാജിബൽ പിതാവ് കർത്തസ്ഥലം ചേർത്തപ്പോൾ അപ്രകാരം പ്രിയ മാതാവാണ്. 3 കുഞ്ഞുങ്ങളെയും വളരെ പ്രാർത്ഥനയിലും ആത്മീയത്തിൽ വളർത്തുവാൻ ഇടയായ അപ്രകാരം ഇങ്ങനെ വിവാഹം നടത്തുവാനും ശ്രമിക്കാൻ സ്കൂളിൽ അനേക വർഷങ്ങളായി ഞങ്ങൾ ഈ പ്രാർത്ഥന വിഷയമാണ്. ഞാൻ കൂടുതൽ പറയാനാകില്ല. വിജയങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ പരസ്പരം കാണുകയും പ്രകാരം എല്ലാം ദൈവകൃപയിൽ നടത്തുവാൻ ഈ രീതിയിൽ നടത്തുവാൻ സ്വന്തം എല്ലാവരും സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു. ഞാൻ പഠിച്ചുകൊണ്ട് സുരേഷ് നീതുവിനെ ഞാൻ സ്തുതിക്കുന്നു. വളരെ ആത്മീയതയെ അറിഞ്ഞ പ്രകാരം തുടർന്ന് ഇവർക്ക് ദൈവം പ്രകാരം രീതിയിൽ വിവാഹം നടത്തുന്ന സ്വന്തം ദൈവം ഇടയാക്കി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾക്കും ദൈവനാമം വാഴ്ത്തപ്പെടുന്നതായിട്ട് കടന്നവർക്ക് കുറഞ്ഞത് പറയുവാൻ വേണ്ടി പ്രിയ നീതുവിൻ്റെ ഭാഗമായിരിക്കുന്ന സുരേഷ് പ്രവർത്തകൻ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ ലഭിച്ചിരിക്കുന്നത് ഇവിടെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നതാണ്. ആദ്യമായി ഞാൻ നന്ദി പറയുന്നത് ഈ വിവാഹത്തോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കാരണഭൂതനായിരിക്കുന്ന വലിയവനായ ദൈവത്തിൽ ഞാൻ
നന്ദി അർപ്പിക്കുന്നു. അങ്ങനെയുള്ള സഭയുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പേരിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ മകളുടെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി താല്പര്യമെടുത്ത ജെയിംസ് അച്ചാനെയും കുടുംബത്തിനും അവരുടെ സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള സ്നേഹവന്ദനത്തെ ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ മകളുടെ വിവാഹ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട സഹോദരന്മാരുണ്ട്. അത് പുതിയ സഹോദരൻ ജോനാമത്തൂർ, നമ്മുടെ അസോസിയേറ്റുകൾ, ഇങ്ങനെയുള്ള അനേക ദാസന്മാരുണ്ട്. അവർക്കായി ഈ സഭയുടെയും എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഈ വിവാഹം നടത്തുവാനായി ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലാവസ്ഥയൊക്കെ ഇങ്ങനെയാണെങ്കിലും ദൂരന്ന് യാത്ര ചെയ്ത് കടന്നു വന്ന ഈ ശുശ്രൂഷ നിർവഹിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സഹോദരനെ കുടുംബമായ ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുള്ള സഹോദരോടും ഞങ്ങളോടുള്ള ദൈവസ്നേഹം ഈ സമയം അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ അയൽ സഭകളുള്ള സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, അതുപോലെ ഇളയവരുടെ ബന്ധത്തിലും ചേർച്ചക്കാരുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വീകരണം സ്വീകരിച്ച് ഈ വിവാഹത്തിന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇവിടുത്തെ സഭയുടെ പേരിലും ഞങ്ങളുടെ പേരിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഈ ശുശ്രൂഷ ആദ്യം മുതൽ അന്തി വരെയും അതിൻ്റെ സമാധിയിൽ എത്തുന്നവരെയും വളരെ ക്ഷമയോടെ, സ്നേഹത്തോടെ, താഴ്മയോടെ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് എൻ്റെ വലിയ സാക്ഷ്യം നൽകുന്നു. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് ഗാനങ്ങൾ ആരംഭിച്ച പ്രിയ സഹോദരന്മാരുണ്ട്. കനകരാജ്, ശ്രീദാസ്, ഓർഗൺ ഉപയോഗിച്ച രാമദാസൻ അവർക്ക് എന്ന് പറയുന്നു. അതുപോലെ ഈ വിവാഹ ശുശ്രൂഷ ലൈവായിട്ട് സംപ്രേഷണം ചെയ്ത പ്രിയ രാമദാസൻ ജോലി സ്തുതിക്കുന്നു. മറ്റ് സഭകളുടെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നതുപോലെ ഈ സബ്ശിഷ്ട ക്രമീകരിച്ചത് നമ്മുടെ സേക്ര സഹോദരനാണ്. പ്രിയപ്പെട്ട നന്ദി പറയുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത കിടക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാൻ വേണ്ടി ആറാവട്ട സഭയുടെ ശുശ്രൂഷയിൽ വരുന്ന കർത്താവദാസൻ പ്രിയ മോഹനൻ അവരും പ്രാർത്ഥന നയിക്കും. പ്രാർത്ഥന ശേഷം ഭക്ഷണത്തിനായിട്ട് കൂടെ സ്തോത്രം ചെയ്തതായിരിക്കും. പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെ ഓർത്ത് നിരന്തരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് വിരാമത്തിൽ സമയം എല്ലാവരും പാലിച്ചു. അതുകൊണ്ട് ആ കാര്യം നന്ദി പറയുകയാണ്. എല്ലാ മഹത്വം കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വാക്ക് വിരാമം പറയുന്നത് ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാൻ കർത്താവദാസനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അത് സാവകാശ സ്ഥലത്തിൻ്റെ പരിമിതിയുണ്ട്. അതെല്ലാം തന്നെ എല്ലാം സഹകരിച്ച് പങ്കെടുത്ത് പോകണമെന്ന് ദൈവനാമം പ്രാർത്ഥിക്കുന്നതാണ്. വാർത്തപ്പെടുമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനും ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരുമായ കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, വീണ്ടും ഒരു പകൽക്കാലം ഞങ്ങൾക്ക് നൽകി നന്ദിയോടുകൂടി ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, അടിയങ്ങളിൽ ഈ പകൽക്കാലം കൂടിയ വിഷയം കർത്താവെ അറിയുന്നു. കർത്താവെ, ആ ഒരു വിവാഹ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾക്കൂടെ കടന്നു വരുവാൻ കർത്താവെ ആദ്യോടൊന്നും അത് പരിപാലിച്ച് നടത്തുവാൻ തക്കോടെ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ദൈവമേ, അമരവ സഭയും മഞ്ഞാലൂട് സഭയും കർത്താവെ ഒരുമിച്ച് പ്രിയ ഷാജി സഹോദരന്റെയും പ്രിയ ഈതുകളുടെയും വിവാഹത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ തക്കോണം കുടുംബമായി കർത്താവെ സഭയായി ഒത്തൊരുമിച്ച് കർത്താവെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ തക്കോണം അവർ പ്രാർത്ഥിച്ച് തീരുമാനിച്ചതിന് പ്രകാരം കർത്താവെ ഇന്ന് ഈ അമരവ സഭയിൽ വെച്ച് കർത്താവെ ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ ഇരു സഭകളും കർത്താവെ അതുപോലെ ഇരു കുടുംബങ്ങളും കർത്താവെ ഒന്നായി തീരുന്നു. അതിനായി അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്നാൽ കർത്താവെ, ഞങ്ങൾക്ക് ഒന്നുകൂടെ സന്ദർശിക്കുവാനുള്ള രണ്ട് സഭയിൽ നിന്ന് കർത്താവെ രണ്ട് കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക്
ശുശ്രൂഷ നിങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇത് വിവാഹത്തിൽ നിന്ന് ഒരുക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കർത്താവെ, വിവാഹം കഴിഞ്ഞ് കർത്താവെ കടന്നു വന്ന് കുടുംബങ്ങളായിരിക്കുന്നവർക്കും വരും കാലങ്ങളിൽ കർത്താവെ കുടുംബങ്ങളായിരിക്കുവാനുള്ളവർക്ക് വേണ്ടി നൽകി ആ ദൂതനായ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവെ. ഈ കേട്ട വചനങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും അത് ഞങ്ങൾ കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ അയവെക്കുവാൻ തക്കോണം ഞങ്ങൾ ഏത് രീതിയിലാണെന്ന് ചിന്തിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ രൂപാന്തരപ്പെടുത്തുവാൻ തക്കോണം കർത്താവ് സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ ഇന്ന് നടന്ന ശുശ്രൂഷകൾക്കായി നേതൃത്വം കൊടുത്ത പ്രിയ സഹോദരന്മാരെല്ലാം ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ പരമേൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തർക്കും ആവശ്യമായ കൃപയാണ് നൽകി അതിനായി മഹത്വപ്പെടുത്തുന്നു കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ അവരുടെ സമയം ഓർക്കുന്നു, അതിനായി കർത്താവെ അവരുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ വളരെ അധ്വാനിക്കുവാൻ തക്കോണം ഇട നൽകി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സഭയിലുള്ള പ്രിയ സഹോദരന്മാരെല്ലാം ഞങ്ങൾ ദൈവസന്നിധിയിൽ പരമേൽപ്പിക്കുകയാണ് കർത്താവെ. പ്രത്യേകിച്ച് മഴയുടേതായ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, എന്നിരുന്നാലും എല്ലാം തക്ക സമയത്ത് വളരെ അനുഗ്രഹമായി നടക്കുവാൻ തക്കോണം സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവെ. കേട്ട വചനങ്ങൾ മുഖാന്തരം കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും അതിന് പ്രകാരം പ്രത്യേകിച്ച് കർത്താവെ പുതിയ കുടുംബമായ പ്രിയ പൈതങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. പ്രിയ ഷാജിയെ ഓർക്കുന്നു കർത്താവെ, പ്രിയ നീതുവിനെ ഓർക്കുന്നു. രണ്ട് കുഞ്ഞുങ്ങളുടെയും കുടുംബ ജീവിതത്തിൽ കർത്താവെ മുൻ സ്ഥാനം നൽകിക്കൊണ്ട് അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയും കർത്താവെ അങ്ങയുടെ ദാസന്മാരിൽ നിന്ന് കർത്താവെ പ്രിയ കുഞ്ഞുങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അതെന്തായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും കർത്താവെ അവർക്ക് അത് വിവരിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയെ അതിന് പ്രകാരം പ്രിയ കുഞ്ഞുങ്ങൾ കർത്താവെ ഈ കേട്ട വചനങ്ങൾ മുഖാന്തരം ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുവാൻ രണ്ട് സഹസഭകൾക്ക് കർത്താവെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവിടെ കുടുംബ ജീവിതത്തിൽ കൂടുതൽ പ്രാവർത്തികമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കരുത് കർത്താവെ. സഭകളിൽ നിന്ന് കടന്നു വന്ന പ്രിയ സഹോദരന്മാരുണ്ട് കർത്താവെ, ബന്ധുമിത്രാദികളുണ്ട്, ജാതക്കാരുണ്ട്, അവരെല്ലാം ഞങ്ങൾ ഓർക്കേണ്ട, എല്ലാവരെയും കരുതണമേ കർത്താവെ. കൂട്ടുവിശ്വാസികളെ ഞങ്ങൾ ദൈവസന്നിധിയിൽ പരമേൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ ഇവിടെ ഒരുക്കിയ എല്ലാ ശുശ്രൂഷകൾക്കായി അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ നന്മകളും എല്ലാ കൃപകളാലും എല്ലാവരെയും നിറയ്ക്കണമേ കർത്താവെ. ഇവിടെ നൽകിയ ഈ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിലും കർത്താവെ ഇവിടെ നടന്ന വിവാഹത്തോടുള്ള ബന്ധത്തിലും കർത്താവെ വന്നവർക്കെല്ലാം അത് അനുഗ്രഹമായി തീരുവാനും അവരുടെ ജീവിതത്തിൽ അത് കർത്താവ് ഒരു മാതൃകയായി തീരുവാനും കർത്താവ് സഹായിക്കണമേ. എല്ലാ നന്മകളാലും എല്ലാ കൃപകളാലും നിറയ്ക്കണമേ. മഹത്വമെല്ലാം തരുന്നു. വീണ്ടും കർത്താവും ഏകരക്ഷിതാവുമായ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേൾക്കണം സ്വർഗ്ഗപിതാവാം ദൈവമേ. ആശീർവാദം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയും എല്ലാവർക്കും ഇന്ന് വിവാഹം നടന്ന പ്രിയ കുഞ്ഞുങ്ങളോടും കർത്താവെ പ്രത്യേകിച്ച് ശുശ്രൂഷ നടത്തിയ എല്ലാ പ്രിയ സഹോദരന്മാരോടും ഇന്നും നീക്കും ഉണ്ടാകുമാറാകട്ടെ. സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ശാരീരിക പോഷണത്തിനായി ലഭിച്ച ഭക്ഷണത്തിനായി സ്തുതിക്കുന്നു. ഇതിന്റെ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. സഹായിച്ച ദൈവാസന്മാർക്ക് കുടുംബങ്ങൾക്കായി സ്തുതിക്കുന്നു. ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചു തരണമേ. ഭക്ഷിച്ചവരെ പ്രാപിച്ച് ഞങ്ങളുടെ നാമോദനായി ജീവിപ്പാൻ യേശുക്രിസ്തു മാത്രം സഹായിക്കണം. നല്ല പിതാവേ, ആമേൻ, ആമേൻ. എല്ലാവർക്കും നന്ദി പറയുന്നു. ഭക്ഷണം എല്ലാവർക്കും ക്രമീകരിച്ചിട്ടുണ്ട്. സ്ഥലത്തിന് പരിമിതി ഉള്ളതുകൊണ്ട്